നമസ്കാരം. PSC മാത്സ് പരിശീലനത്തിൻ്റെ ഭാഗമായ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ട്രെയിനിൻ്റെ കുറച്ചുകൂടി ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ട്രെയിനുകളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ആശയങ്ങളും നമ്മൾ പഠിച്ചു. എന്നാൽ ഈ സെഷനിലൂടെ നമുക്ക് കുറച്ചുകൂടി കോമൺ ആയ കുറച്ച് എക്സാമ്പിളുകളാണ് നമ്മൾ മനസ്സിലാക്കി പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. 72 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 165 മീറ്റർ നീളമുള്ള ഒരു പാലം 19 സെക്കൻഡിൽ മറികടന്നു എങ്കിൽ ട്രെയിനിൻ്റെ നീളം എത്ര? ട്രെയിനിൻ്റെ വേഗത നമുക്കറിയാം. അതുപോലെ ട്രെയിൻ 165 മീറ്റർ നീളമുള്ള ഒരു പാലം മറികടക്കുന്നു എന്ന് പറയുന്നു. പാലം മറികടക്കാനെടുത്ത സമയം 19 സെക്കൻഡാണ്. പാലം മറികടക്കുക എന്ന് പറഞ്ഞാൽ ട്രെയിൻ ആദ്യം ട്രെയിനിൻ്റെ നീളം മറികടക്കണം, പിന്നീട് പാലത്തിൻ്റെ നീളം മറികടക്കണം, അല്ലേ? അപ്പോൾ ട്രെയിനിൻ്റെ നീളം നമുക്ക് ഈ ചോദ്യത്തിൽ തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ട്രെയിനിൻ്റെ നീളത്തിന് ഒരു വേരിയബിൾ എക്സ് കൊടുക്കുന്നു. ഇനി പാലത്തിൻ്റെ നീളം നമുക്ക് 165 മീറ്റർ ആണെന്നറിയാം, അത് എഴുതുന്നു എക്സ് പ്ലസ് 165. അപ്പോൾ ഈ ഒരു പാലം മറികടക്കാൻ ട്രെയിൻ ആകെ സഞ്ചരിക്കേണ്ട ദൂരമാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന എക്സ് പ്ലസ് 165. പിന്നെ ദൂരത്തിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വേഗത ഇൻറ്റു സമയമാണ്. ഇവിടെ നമുക്കൊരു വേഗത തന്നിട്ടുണ്ട് 72 km/h. ആ വേഗതയെ നമുക്കൊന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. എന്തിനാണ്? നമ്മൾ എടുത്തിരിക്കുന്ന നീളത്തിൻ്റെ യൂണിറ്റായ മീറ്റർ 165 മീറ്റർ. അതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതും ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നതും മീറ്ററിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിലേക്ക് ഇതിനെ മാറ്റാം. 72 × 5/18 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേഗത മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറും. ഇനി ഈ പറയുന്ന വേഗതയെ 19 സെക്കൻഡ് എന്ന ആകെ എടുത്ത സമയം കൊണ്ട് ഗുണിക്കുന്നു. ട്രെയിൻ മറികടക്കാൻ, പാലം മറികടക്കാൻ എടുത്ത ആകെ സമയം 19 സെക്കൻഡ്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ നമുക്ക് ചെയ്ത് നോക്കാം. 18 72 ക്യാൻസൽ ആവുന്നു, 4 എന്ന് ക്യാൻസലേഷൻ കിട്ടുന്നു. 18ൻ്റെ 4 മടങ്ങാണ് 72. 4 × 5 20 20 × 19 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു തുക കിട്ടും. 20 × 19 380. ആ 380 മീറ്റർ എന്ന് പറയുന്നത് എക്സ്, ട്രെയിനിൻ്റെ നീളമായ എക്സിൻ്റെയും പാലത്തിൻ്റെ നീളമായ 165ൻ്റെയും തുകയാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ നീളം എക്സ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ വ്യത്യാസമെടുക്കുന്നു. 380 എന്ന ആകെ ദൂരത്തിൽ നിന്ന് 165 എന്ന പാലത്തിൻ്റെ നീളം കുറച്ചാൽ ബാക്കി വരുന്നത് എത്രയാണെന്ന് നോക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടും 215 മീറ്റർ. 215 മീറ്ററാണ് ഈ ചോദ്യത്തിലെ ട്രെയിനിൻ്റെ നീളം. അടുത്ത ചോദ്യം നോക്കാം. ഒരു ട്രെയിനിൻ്റെയും ഒരു തുരങ്കത്തിൻ്റെയും നീളം തുല്യമാണ്. 54 km/h വേഗതയിൽ സഞ്ചരിച്ച ട്രെയിൻ 28 സെക്കൻഡ് കൊണ്ട് തുരങ്കം കടന്നെങ്കിൽ ട്രെയിനിൻ്റെ നീളം എത്ര? ഒരു ട്രെയിൻ ഒരു തുരങ്കം മറികടക്കുന്ന രീതിയിൽ വരുന്ന എക്സാമ്പിളാണ്. അപ്പോൾ അതിൽ പറയുന്നത് ട്രെയിനിനും തുരങ്കത്തിനും ഒരേ നീളമാണ്. എന്നിട്ട് നമുക്ക് ട്രെയിനിൻ്റെ വേഗത തരുന്നു, ട്രെയിൻ തുരങ്കം മറികടക്കാനെടുത്ത ആകെ സമയവും തന്നിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ ഒരു തുരങ്കം മറികടക്കുക എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ നീളവും തുരങ്കത്തിൻ്റെ നീളവും രണ്ടും മറികടക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ ട്രെയിനിൻ്റെ നീളം എക്സ് ആണെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിൽ തരുന്ന ഡേറ്റയിൽ നിന്ന് വ്യക്തമാണ് തുരങ്കത്തിൻ്റെ നീളവും തുല്യമാണ്, എക്സ് തന്നെയാണ്. അപ്പോൾ എക്സ് പ്ലസ് എക്സ് ആകെ മറികടക്കേണ്ട ദൂരം എന്ന് പറയുന്നത് 2x ആണ്, അല്ലേ? അപ്പോൾ ആ ദൂരം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 54 km/h വേഗത, 54 km/h. വീണ്ടും എല്ലാ ചോദ്യങ്ങളിലും നമ്മൾ ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷനാണ്. ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുന്നു. വേഗത തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റേണ്ടി വരും. 54 × 5/18 ചെയ്യുന്നു. 54 × 5/18 ഇൻറ്റു ഇവിടെ എടുത്ത സമയമായ ആകെ സമയമായ 28 മൾട്ടിപ്ലൈ ചെയ്യുന്നു. 18, 54 എന്നീ സംഖ്യകൾ കൃത്യമായി 3 കൊണ്ട് ക്യാൻസലാവും. 18 54 ക്യാൻസലാവുന്നു. 3 × 5 × 28 ബാക്കി നിൽക്കുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലുള്ളത് എക്സ് പ്ലസ് എക്സ് 2x. 2xൻ്റെ വിലയാണ് നമുക്കിവിടെ കിട്ടുന്ന 3 × 5 × 28, അതായത് 15 × 28. 15 × 28 എന്നാൽ 420 മീറ്ററാണ്. 420 മീറ്റർ.
420 മീറ്റർ എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സിൻ്റെ വാല്യൂ 210 മീറ്ററാണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ചോദ്യത്തിൽ നമുക്ക് ട്രെയിനിൻ്റെ നീളം എത്ര എന്ന് ചോദിച്ചാലും തുരങ്കത്തിൻ്റെ നീളം എത്ര എന്ന് ചോദിച്ചാലും കിട്ടുന്ന ഉത്തരം തുല്യമായിരിക്കും. എത്രയാണ്? ഈ 210 തന്നെയായിരിക്കും. കാരണം രണ്ടും ഈക്വലാണ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കെല്ലായ്പ്പോഴും ചോദ്യങ്ങളിൽ നമുക്ക് ഒരു വാല്യൂ നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അത് ആൻസർ ഓപ്ഷനിൽ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ടാകും. നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഈ 3 × 5 × 28 ചെയ്ത് 420 മീറ്റർ എന്നൊരു ദൂരം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് വ്യക്തമായ ഉറപ്പ് മനസ്സിലുണ്ടായിരിക്കണം ഈ 420 നമ്മുടെ ഉത്തരമല്ല. കാരണം എന്താണ്? 2x, അതായത് ട്രെയിനിൻ്റെയും തുരങ്കത്തിൻ്റെയും ചേർത്തുള്ള നീളമാണ് 420 എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വേണ്ട നീളം 210 മീറ്റർ ആയിരിക്കും. ചോദ്യം വായിക്കാം. 45 km/h വേഗതയുള്ള ഒരു ട്രെയിൻ അതിൻ്റെ ഇരട്ടി നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം മറികടക്കാൻ 1 മിനിറ്റ് എടുത്തു. പ്ലാറ്റ്ഫോമിൻ്റെ നീളം എത്ര? അപ്പോൾ ട്രെയിനിനെയും പ്ലാറ്റ്ഫോമിനെയും താരതമ്യം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. ട്രെയിൻ അതിൻ്റെ ഇരട്ടി നീളമുള്ള പ്ലാറ്റ്ഫോം മറികടന്നു അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ട്രെയിനിൻ്റെ നീളം എക്സ് ആണെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ നീളം ഇവിടെ 2x ആണ് എന്ന് മനസ്സിലാക്കാം. ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളവും നമ്മളെടുത്തു, എക്സ് 2x. അപ്പോൾ എക്സും 2xും ചേർന്ന തുക, നമ്മൾ എന്തിനാണ് തുക എടുക്കുന്നത്? ഒരു ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോം മറികടക്കണമെങ്കിൽ ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളവും രണ്ടും മറികടക്കണം അല്ലേ? അപ്പോൾ x + 2x ആണ് ആകെ സഞ്ചരിക്കുന്ന ദൂരം. അതിനെ നമുക്ക് വേഗത ഇൻറ്റു സമയം എന്ന രീതിയിൽ എഴുതാം. അപ്പോൾ വേഗത 45 km/h ആണ്. 45 km/hനെ m/s മാറ്റുന്നു. അത് നമ്മൾ എല്ലാ ചോദ്യങ്ങളിലും ഒരേ രീതിയിൽ വരുന്ന ഒരു സ്റ്റെപ്പാണ്. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എടുത്ത സമയം പ്രത്യേകം ശ്രദ്ധിക്കുക. 45നെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ m/s യൂണിറ്റിലാക്കി. അപ്പോൾ സെക്കൻഡിലുള്ള സമയം കൊണ്ടാണ് നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സെക്കൻഡിലുള്ള സമയമാക്കാനായിട്ട് 1 മിനിറ്റ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. 1 മിനിറ്റ് എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. നമുക്കതിനെ 60 സെക്കൻഡ് എന്നെഴുതണം. 60 സെക്കൻഡ്. ഇനി നമുക്ക് ഒഴിവാക്കാനുള്ളത് ക്യാൻസൽ ചെയ്യാം. 45 18 9ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ 18ൽ 2 9 ഉണ്ട്, 45ൽ 5 9 ഉണ്ട്. ഇനി 60 2 തമ്മിൽ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു 30 ബാക്കിയാവുക. അപ്പോൾ 5 × 5 × 30, അതായത് 30 × 25. 30 × 25 ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 750. 750 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ആകെ ദൂരമാണ്. ആകെ ദൂരം 750 മീറ്റർ. ഇപ്പോൾ എക്സ് + 2x 3x. 3x ആണ് 750 മീറ്റർ. 3x 750 മീറ്റർ ആണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. എക്സിൻ്റെ വാല്യൂ അവിടെ 250 മീറ്റർ ആയിരിക്കും. ഇനി നമ്മുടെ ചോദ്യത്തിലേക്കൊന്ന് നോക്കുക. നമ്മുടെ ചോദ്യം എന്താണ്? പ്ലാറ്റ്ഫോമിൻ്റെ നീളം എത്ര? പ്ലാറ്റ്ഫോമിൻ്റെ നീളമായി നമ്മളിവിടെ കണക്കാക്കിയിരിക്കുന്നത് ട്രെയിനിൻ്റെ നീളത്തിൻ്റെ ഇരട്ടി. ട്രെയിനിൻ്റെ നീളമാണ് എക്സ്, പ്ലാറ്റ്ഫോമിൻ്റെ നീളം 2x ആണ്. അപ്പോൾ ഈ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തതയുണ്ടാകണം. 2x ആണ് നമുക്ക് വേണ്ട ഉത്തരം എന്നുള്ളത്. നമ്മൾ ആ ഒരു ഉത്തരത്തിലേക്കാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 3x എക്സ് കണ്ടുപിടിച്ചു. 2x എത്രയാണ്? 2x എന്ന് പറയുന്നത് 250 × 2 ചെയ്താൽ കിട്ടുന്ന 500 ആണ്. അപ്പോൾ 500 മീറ്ററാണ് നമുക്ക് വേണ്ട ഉത്തരം. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഏതൊക്കെ പരീക്ഷകളിൽ ഇത് ചോദിക്കുമ്പോഴും സ്വാഭാവികമായും നമുക്ക് ഈ 3 വാല്യൂസ് നോക്കുക. 750, 250, 500. ഈ 3 വാല്യൂസും നമുക്ക് ആൻസർ ഓപ്ഷനിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കില്ലാത്ത പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ക്ലാരിറ്റിയാണ്, വ്യക്തത അല്ലേ? അപ്പോൾ ചോദ്യം വായിക്കുമ്പോഴേ നമുക്ക് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം, എക്സ്പെക്റ്റഡ് ആൻസർ എന്താണ് എന്നതിനെപ്പറ്റി നമുക്കൊരു ധാരണയുണ്ടാവണം. അതായത് പ്ലാറ്റ്ഫോമിൻ്റെ നീളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ എക്സ് + 2x എന്ന് എഴുതുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരണം നമുക്ക് വേണ്ട ഉത്തരം 2x ആണ്. ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നായിരിക്കും. അപ്പോൾ എക്സ് കിട്ടി 250 എന്ന് കാണുമ്പോൾ നേരെ ഓപ്ഷനിലേക്ക് പോയി ചെക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്കവിടെ തോന്നും.
അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളൊന്ന് മാനേജ് ചെയ്യണം. അതായത് ചോദ്യം തുടങ്ങുമ്പോഴേ നമ്മൾ 2x പ്രതീക്ഷിച്ചാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യേണ്ടത്. 2x ആണ് നമ്മുടെ ടാർഗറ്റ്. അത് പ്രത്യേകമായിട്ട് ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഒരു ട്രെയിനിൻ്റെയും പാലത്തിൻ്റെയും നീളം 5:3 അംശബന്ധത്തിലാണ്. 60 km/h വേഗതയിൽ പാലം കടക്കാൻ ട്രെയിൻ 36 സെക്കൻഡ് എടുത്തെങ്കിൽ പാലത്തിൻ്റെ നീളം എത്ര? അപ്പോൾ ഇവിടെ നമുക്ക് ഇതുവരെ പറഞ്ഞ ചോദ്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒന്നുകിൽ ട്രെയിനിൻ്റെ നീളം തരുന്നു അല്ലെങ്കിൽ പാലത്തിൻ്റെ നീളം തരുന്നു, അങ്ങനെയുള്ളൊരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു രീതിയിലാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് രണ്ട് നീളവും നമുക്ക് തന്നിട്ടില്ല, പക്ഷേ നീളങ്ങളുടെ അംശബന്ധം നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള ചോദ്യത്തിൽ പാലത്തിന് ട്രെയിനിൻ്റെ ഇരട്ടി നീളമുണ്ട് എന്ന് പറയുന്ന ചോദ്യമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു ന്യൂമറിക്കൽ റിലേഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അംശബന്ധം. അംശബന്ധം എന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. 5:3 അംശബന്ധത്തിലുള്ള രണ്ട് സംഖ്യകളെ നമ്മളെപ്പോഴും എഴുതുക 5x 3x എന്നായിരിക്കും. ആദ്യത്തെ സംഖ്യയെ നമ്മൾ എഴുതുന്നത് 5x എന്നാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യയെ എഴുതുക 3x എന്നായിരിക്കും. അപ്പോൾ ഇവിടെ ട്രെയിനിൻ്റെ നീളം 5x ആണെങ്കിൽ പാലത്തിൻ്റെ നീളം 3x ആണ്. ഇനി ട്രെയിൻ പാലം കടക്കാൻ 60 km/h വേഗതയിൽ 36 സെക്കൻഡ് എടുത്തു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഈ പാലം കടക്കാൻ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം 5x + 3x ആണ്. ആ 5x + 3xന് നമ്മൾ എങ്ങനെ എഴുതാം? 60 km/h വേഗതയിൽ ആ km/h മാറി m/s വരാനായിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നെ എടുത്ത സമയമായ 36 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ക്യാൻസൽ ചെയ്ത് ഉത്തരത്തിലേക്ക് വന്നാൽ മതി. 18 36 എളുപ്പത്തിൽ ക്യാൻസൽ ചെയ്യാം. 18ൻ്റെ ഇരട്ടി 36. 60 × 5 × 2 5 × 2 10 60 × 10 600 അപ്പോൾ ആകെ ദൂരം 600 മീറ്റർ ആണ്. ആകെ ദൂരമായ 600 മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കണക്കനുസരിച്ച് 5x 3x കൂട്ടുമ്പോൾ കിട്ടുന്ന 8x ആണ്. അപ്പോൾ 8x 600 ആണ്. 8x 600 ആണെങ്കിൽ x എത്രയാണെന്ന് നോക്കാം. x = 600/8. ഈ 600നെ 8 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ നമുക്ക് തുടർച്ചയായി 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 8ൻ്റെ പകുതി 4, 600ൻ്റെ പകുതി 300. അതേപോലെ വീണ്ടും പകുതിയാക്കുന്നു, 150 ഇപ്പുറത്ത് 2 വരുന്നു. 2 150 വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും 75. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് 2 കൊണ്ട് ക്യാൻസൽ ആക്കുന്നതാണ് പറഞ്ഞത്. ഒറ്റയടിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഉദാഹരണത്തിന് 600/4 എന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് 150 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഇടയ്ക്കുള്ള ഒരു സ്റ്റെപ്പ് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 75 ആണ്. എക്സ് 75 ആണെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടത് പാലത്തിൻ്റെ നീളം. പാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 3x ആണ്. അപ്പോൾ x = 75 ആണെങ്കിൽ 3x ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം. 3x = 75 × 3 225 മീറ്റർ. അപ്പോൾ ഇവിടെയുമൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 75 × 5 ആണ് ട്രെയിനിൻ്റെ നീളം അല്ലേ. ട്രെയിനിൻ്റെ നീളം 75 × 5 375 ആയിരിക്കും. ആകെ നീളം എന്ന് പറയുന്നത് 600 ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം അവിടെ എവിടെയായിട്ട് ഈ 4 ഓപ്ഷൻസിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കാണും. 600, 75, അതുപോലെ 225 എല്ലാം 4 ഓപ്ഷൻസിലും ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ചിന്തയൊന്ന് മാറിയാൽ നമ്മളൊരു തെറ്റുത്തരത്തിലേക്ക് പോകും. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ മനസ്സിലാക്കുക, നമ്മൾക്ക് വേണ്ട ഉത്തരം ഏതാണ്? 3x. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചോദ്യം ചെയ്ത് തുടങ്ങുമ്പോൾ തൊട്ട്, ആ ഇക്വേഷൻ തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം 3x ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത നോക്കാം. 90 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ അതിനേക്കാൾ 75 മീറ്റർ കൂടുതൽ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകാൻ 17 സെക്കൻഡ് എടുത്തു. ട്രെയിനിൻ്റെ നീളം എത്ര? അപ്പോൾ ട്രെയിനിൻ്റെ വേഗത 90 ആണ്. ട്രെയിനിനേക്കാൾ 75 മീറ്റർ കൂടുതൽ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കാനാണ് 17 സെക്കൻഡ് എടുത്തത്. അപ്പോൾ ട്രെയിനിൻ്റെ നീളം നമ്മൾ x എന്നെടുത്താൽ ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ നീളത്തെ നമ്മൾ എടുക്കുന്നത് x + 75 എന്നായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ട്രെയിനിൻ്റെ നീളം x ആണെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ നീളം x + 75. അപ്പോൾ അതാണ് ആകെ ദൂരം.
ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കൂട്ടിയാൽ നമുക്ക് ട്രെയിൻ പ്ലാറ്റ്ഫോം മറികടക്കുമ്പോൾ സഞ്ചരിച്ച ആകെ ദൂരം കിട്ടും. ആ ആകെ ദൂരത്തെ നമ്മൾ ഈ ചോദ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ വേഗത എടുക്കുന്നു. വേഗതയുടെയും സമയത്തിൻ്റെയും ഗുണനഫലമായി എഴുതുന്നു. ആ വേഗതയെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടി 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് എടുത്ത സമയമായ 17 കൊണ്ട് ഗുണിക്കുന്നു. 18 90 ക്യാൻസലാവുന്നു, 5 വരുന്നു. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ ബാക്കിയാവുന്നത് 5 × 5 25. 25 ഗുണം 17 ബാലൻസ് ആവുന്നത്. 25 × 17 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 425 ആണ്. 425. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് എന്താണെന്ന് നോക്കാം. എക്സ് + 75. അതായത് എക്സിൻ്റെ ടേം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2x എന്ന് കിട്ടുന്നു. 2x + 75. 2x + 75 425 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2x മാത്രം ഈ സൈഡിലൊന്ന് നിർത്താം. 2x = 425 - 75 എന്ന് വരും. 425-ൽ നിന്ന് 75 പോയാൽ നമുക്ക് കിട്ടുന്നത് 350. അപ്പോൾ 2x 350 ആണെന്ന് മനസ്സിലായി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 350-ൻ്റെ നേർപകുതിയായ 175 ആയിരിക്കും. 175 മീറ്റർ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്കിവിടെ വേണ്ടത് ട്രെയിനിൻ്റെ നീളമാണ് അല്ലേ? അപ്പോൾ ട്രെയിനിൻ്റെ നീളം ചോദിച്ചാൽ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എക്സ് തന്നെയായിരിക്കും. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന എക്സ് ആണ് ട്രെയിനിൻ്റെ നീളം. അപ്പോൾ 175 മീറ്റർ എന്നാണ് ഈ ചോദ്യത്തിൽ ഉത്തരം വരിക. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കുന്നത് പ്ലാറ്റ്ഫോമിൻ്റെ നീളമാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് x + 75 ആയിരിക്കും. അപ്പോൾ എക്സ് കണ്ടുപിടിച്ച ശേഷം അതിനോട് 75 കൂടെ കൂട്ടി കിട്ടുന്ന 250 ആയിരിക്കും ഇവിടെ പ്ലാറ്റ്ഫോമിൻ്റെ നീളമായിട്ട് വരും. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രെയിനിൻ്റെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ചില ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ്. അപ്പോൾ ഇതിൽ പ്രധാനമായും ട്രെയിൻ മറ്റൊരു വസ്തുവിനെ മറികടക്കുന്നു. അപ്പോൾ ഈ ഒന്നുകിൽ ട്രെയിനിൻ്റെ നീളം തന്നിട്ട് രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ, അതൊരു പാലമാകാം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ആകാം, അങ്ങനെ ആ പാലത്തിൻ്റെയോ പ്ലാറ്റ്ഫോമിൻ്റെയോ നീളം കണ്ടുപിടിക്കാൻ പറയുക, അല്ലെങ്കിൽ ഇത്ര മറികടക്കാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കാൻ പറയുക. അങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ കൈകാര്യം ചെയ്തത്. കൂടുതൽ വ്യത്യസ്തമായ ചോദ്യങ്ങളുമായി നമുക്ക് വരും ഭാഗങ്ങളിൽ വീണ്ടും കാണാം.